ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ 2 വീഡിയോയ്ക്ക് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളോട് പറയാൻ. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എണ്ണയാണ്. തലമുടി നല്ലപോലെ ഇടതൂർന്ന് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കാച്ചെടുക്കാൻ പറ്റിയ ഒരു എണ്ണയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒരുപാട് മൂത്തതായിട്ടുള്ള കറിവേപ്പില എടുക്കരുത്. ഒരു മീഡിയം ടൈപ്പിലുള്ള കറിവേപ്പില വേണം നമ്മൾ എടുക്കാനായിട്ട്. അത് നല്ല നിറമുള്ള പച്ച കളറിലുള്ള ഇല എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കറിവേപ്പില പൊടിയൊക്കെ പറ്റിയിരിക്കുന്നില്ല, നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകി ഒട്ടും ഈർപ്പമില്ലാതെ ഒന്ന് ഉണക്കിയെടുക്കണം. നമ്മൾ കറിവേപ്പില ഒരിക്കലും വെയിലത്ത് വെച്ചൊന്നും ഉണങ്ങരുത്, കാരണം വെയിലത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ഈ കളറ് നഷ്ടപ്പെടും സൂര്യപ്രകാശം അടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറിവേപ്പില ഒരിക്കലും വെയിലത്ത് വെച്ച് ഉണങ്ങാൻ പാടില്ല. തണലത്ത് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ട് വേണം ഇതിൻ്റെ ഈർപ്പം ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു തുണിയിലായിട്ട് അങ്ങനെ മടക്കി വയ്ക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഇത് വയ്ക്കാം. നമുക്കെല്ലാവർക്കും അറിയാം കറിവേപ്പില മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നുവെന്ന്. കറിവേപ്പിലയെ ആയുർവേദത്തിലെ പോഷകങ്ങളുടെ കലവറ എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീൻസും കൊണ്ട് സമ്പന്നമാണ്. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുകൂടാതെ ഇതിൽ നിറയും വിറ്റമിൻ സി, വിറ്റമിൻ ഇ എന്നിവ അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ തലയോട്ടിയിലുള്ള ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്നതിന് നമ്മുടെ കറിവേപ്പിലയുടെ എണ്ണ കൊണ്ട് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. അതുപോലെ മുടി ഇടതൂർന്ന് വളരാനായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗ്ഗമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിവേപ്പില ചേർത്തിട്ടുള്ള എണ്ണ എന്ന് പറയുന്നത്. നമ്മുടെ മുടിയുടെ ഫോളിക്കിൾസിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് കറിവേപ്പില കൊണ്ടുള്ള എണ്ണ വെച്ച് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസാണ് നമ്മുടെ മുടി വളർച്ചയെ വളരെയധികം സഹായിക്കുന്ന ഒന്ന്. അപ്പോൾ നമ്മുടെ കറിവേപ്പില നമുക്കിവിടെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കാൻ ശ്രമിച്ചതാണ് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ മിക്സിയുടെ ജാർ ചൂടായി ഇലയുടെ നിറം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരിക്കലും ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ ശ്രമിക്കേണ്ട. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ചെടുത്തതാണ്. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ചെടുക്കുമ്പോൾ കറിവേപ്പിലയുടെ നിറം ഒട്ടും നഷ്ടപ്പെടില്ല. ഇതിപ്പം ഞാൻ ആദ്യമേ തന്നെ അത് വെറുതെ കറക്കിയപ്പോൾ ആ ചൂട് കൊണ്ട് നമ്മുടെ ഇലയൊന്ന് കളറ് മാറിയതുകൊണ്ടാണ് ഇത്രയും ഡാർക്കായിട്ട് കിട്ടിയത്. ഇനി നമ്മൾ ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കറക്കി എടുത്തിരുന്നെങ്കിൽ നല്ല പച്ച കളറിൽ തന്നെ നമ്മുടെ എണ്ണ കിട്ടിയിരുന്നേനെ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ കാച്ചാനായിട്ട് തുടങ്ങാം. ഇതിലേക്ക് നമ്മളൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് വഴിയെ കാണാം. അതിനായിട്ട് ഞാൻ എണ്ണ കാച്ചാനായിട്ട് ഒരു അടി കെട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഇല്ലാത്തവർ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പം ഈ ഒരു ഗ്ലാസ് ജാറിന് അല്ലെങ്കിൽ ഗ്ലാസ് ബൗളിന് ഒരു ബൗളിൽ എണ്ണയാണ് എടുക്കുന്നത്. ഇതൊരു 1/2 ലിറ്റർ വരില്ല, ഒരു 1/4 ലിറ്ററിന് മേലെ വരും. അപ്പോൾ നമുക്ക് എത്ര എണ്ണ ആവശ്യമുണ്ടോ അത്രയും എണ്ണ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ കറിവേപ്പിലയുടെ അളവ് നമ്മൾ ആ സമയത്ത് കൂട്ടണം. ഇനി നമ്മൾ ചൂടായ ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട. എണ്ണ ചെറുതായി ചൂടായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ അരച്ച് വെച്ച കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എണ്ണ തിളയ്ക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കറിവേപ്പില അരച്ചത് കൊണ്ട് തന്നെ നമ്മുടെ കറിവേപ്പില ആ ഇല വേഗം കരിയാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എണ്ണ ചൂടായി വരുന്ന ആ സമയം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ഒരുപാട് തീ കൂട്ടി വെച്ച് നമ്മൾ കാച്ചരുത്, കാരണം നമ്മുടെ കറിവേപ്പില വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്ക് ഈ എണ്ണ കാച്ചിയെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. എണ്ണ പാകമായെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ എണ്ണയ്ക്ക് ഈ ചെറിയ പത പോലെ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ ചെറിയ ഈർപ്പത്തിൻ്റെ ഒരു അംശം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് പതഞ്ഞു വരുന്നത്. ഇനി ഇത് തിളയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ പൊട്ടൽ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അടങ്ങുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ എണ്ണ പാകമാകുന്നത്. പിന്നെ എണ്ണ ഒരുപാട് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടി കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എണ്ണ ഒരുപാട് മൂക്കാനായിട്ട് അനുവദിക്കരുത്.
ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 4-5 കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കറിവേപ്പിലയൊക്കെ ഒന്ന് നമ്മൾ കറിവേപ്പില എടുത്ത് ഇങ്ങനെ ഒന്ന് ഞെക്കി നോക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകുന്ന ഒരു പരുവമുണ്ട്. ആ സമയമാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ എണ്ണ പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ പൊട്ടുന്ന ഈ കുമ്പള പോലെ വരുന്നതൊക്കെ ഒന്ന് അടങ്ങുകയും ചെയ്യും ആ സമയത്ത്. അപ്പോഴാണ് നമുക്ക് തീ ഓഫ് ചെയ്യേണ്ട സമയം. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ മുടി വളർത്താൻ, പൊഴിഞ്ഞു പോയ സ്ഥലത്ത് മുടി വളർത്താൻ ശക്തിയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ വെളുത്തുള്ളി. അത് ഒരു 4-5 വെളുത്തുള്ളി അല്ലി, 4-5 അല്ലി വെളുത്തുള്ളിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇനി ഈ വെളുത്തുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ അത്രയും ആകാൻ നിൽക്കേണ്ട, ലൈറ്റ് ബ്രൗൺ ആകാനായിട്ട് വരുന്ന ആ സമയത്ത് നമ്മൾ വെളുത്തുള്ളി ഇതിൽ നിന്ന് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇതിൽ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ കറിവേപ്പില ഇട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വെളുത്തുള്ളി ആ ലൈറ്റ് ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയുടെ തീ ഓഫ് ചെയ്യാം. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയിൽ നിറയെ സൾഫർ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയിൽ സവോളയിൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിൽ നിറയെ സൾഫറും അതുപോലെ സെലീനിയവും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടിവേരുകളുടെ ഘടനയെ ശക്തിപ്പെടുത്താനും മുടി വളർച്ച നല്ലതായിട്ട് നടക്കാനും ഒക്കെ ഈ വെളുത്തുള്ളി സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ള മുടിയെ നന്നായിട്ട് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പുതിയ മുടി വളരാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ ശിരോചർമ്മത്തിലുള്ള അണുക്കളെയും ബാക്ടീരിയയും ഒക്കെ നശിപ്പിക്കാൻ നല്ല ശക്തിയുള്ള ഒന്നാണ് നമ്മുടെ വെളുത്തുള്ളി. പിന്നെ നമ്മുടെ വെളുത്തുള്ളി കൊണ്ടുള്ള എണ്ണ നമ്മുടെ തലയോട്ടിയിലൊക്കെ നമ്മൾ നന്നായി തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന കൊളാജൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നുണ്ട്. പിന്നെ സെലീനിയം രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനുള്ള വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ വെളുത്തുള്ളി. വെളുത്തുള്ളി നമ്മുടെ തലയിൽ തേക്കുന്നതുകൊണ്ട് താരനുണ്ടാകുന്നില്ല, മുടിക്ക് നല്ലപോലെ ഉള്ളുണ്ടാകാൻ സഹായിക്കുന്നു. ഇതെല്ലാം വെളുത്തുള്ളിയുടെ ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ടിട്ടുള്ള എണ്ണ കാച്ചിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട്. ഈ കറിവേപ്പില എടുത്ത് ഇപ്പോൾ ചൂടായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. കറിവേപ്പില എടുത്തൊന്ന് ഇങ്ങനെയൊന്ന് നമ്മൾ അമർത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ കറിവേപ്പില പൊടിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ആ പതയൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ കുറച്ച് ഡാർക്കായി പോയതിൻ്റെ കാരണം നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലിട്ട് ചൂടോടുകൂടി കറക്കിയതുകൊണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ജാറ്. അപ്പോൾ ആ ചൂടടിച്ചിട്ട് നമ്മുടെ ഇലയുടെ നിറം ഒന്ന് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇത്രയും ഡാർക്കായിട്ട് നമുക്ക് എണ്ണ തോന്നുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു എണ്ണയുടെ നിറം ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അതുകൊണ്ട് നിങ്ങൾ എണ്ണ ഇതുണ്ടാക്കുന്നുണ്ടെങ്കിൽ എണ്ണയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാത്രം മിക്സിയുടെ ജാറിൽ കറക്കിയെടുക്കുക. ഈ എണ്ണ നമുക്ക് പ്രായഭേദമന്യേ തേക്കാവുന്നതാണ്. ആണുങ്ങൾക്കും തേക്കാം, പെണ്ണുങ്ങൾക്കും ഒക്കെ തേക്കാവുന്നതാണ്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല. കറിവേപ്പിലയും വെളുത്തുള്ളിയും വളരെ ഗുണമുള്ള 2 വസ്തുക്കളാണ്. അതുകൊണ്ട് ആർക്കും യാതൊരുവിധ പേടിയും കൂടാതെ നമുക്ക് എണ്ണ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എണ്ണ കാച്ചുമ്പം എണ്ണ ഒരുപാട് മൂത്ത് പോകാതെ ശ്രദ്ധിക്കുക. അതിൻ്റെ കറക്റ്റ് സമയത്ത് തന്നെ തീ ഓഫ് ചെയ്ത് നമ്മൾ എണ്ണ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതുപോലെ എണ്ണ ഉണ്ടാക്കി എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. ഒരുവിധ സൈഡ് എഫക്റ്റുകളുമില്ല. നമ്മുടെ തലയൊട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ മുടിക്കോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഒരു എണ്ണയല്ല ഇത്. ഇനി നമ്മൾ ആദ്യം ഉപയോഗിച്ച് ചിലപ്പോൾ 1-2 ദിവസത്തിന് ആ ഒരു സമയത്ത് നമ്മുടെ മുടി ചിലപ്പോൾ 1-2 മുടിയൊക്കെ കൂടുതൽ പൊഴിഞ്ഞു പോയെന്ന് വരും. അത് നമ്മൾ മറ്റൊരു എണ്ണയിൽ നിന്ന് മാറി വേറൊരെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു ഇതാണ്. അതെന്ന് പറഞ്ഞിട്ട് ആരും എണ്ണ തുടർച്ചയായിട്ട് ഉപയോഗിക്കാതിരിക്കരുത്. നമ്മൾ ഏതൊരു വസ്തുക്കളും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതിൽ നിന്ന് മാറിയാൽ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം കാണാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതുപോലെ ഈ എണ്ണ തേച്ചിട്ടാണ് എൻ്റെ മുടി പൊഴിഞ്ഞു പോയത് എന്നൊന്നും ആരും പറയരുത്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഏതൊരു സാധനത്തിൻ്റെയും ഗുണം നമുക്ക് കിട്ടുള്ളൂ. 1-2 ദിവസം ഉപയോഗിച്ചിട്ട് എൻ്റെ മുടി വളർന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് കയറിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനൊരു അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്. നിങ്ങൾ ശരിക്കും ഒരു വെള്ള തുണിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയായിരിക്കും നല്ലത്. കാരണം ഈ ചെറിയ ചെറിയ കറിവേപ്പിലയുടെ ഈ പൊടികളൊന്നും അതിലുണ്ടാവില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന അത് ആയതുകൊണ്ട് എനിക്കിപ്പം പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനാണ്, അരിപ്പ വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.